പൊന്നാനി കടവനാട് അക്രമം നടന്ന വീടുകൾ പി നന്ദകുമാർ എംഎൽഎ സന്ദർശിച്ചു. അക്രമം നടത്തിയ മാഫിയ സംഘത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായി എംഎൽഎ പറഞ്ഞു. വെള്ളിയാഴ്ച രാത്രിയിൽ കടവനാട് RSSുകാർ ആക്രമിച്ച CPM പ്രവർത്തകരുടെ വീടുകളിലാണ് പി നന്ദകുമാർ എംഎൽഎയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തിയത്. വീടു കയറിയുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും വീടിനകത്ത് പിഞ്ചുകുഞ്ഞു ഉൾപ്പെടെയുള്ളവർ ഉള്ള സമയത്ത് നടത്തിയ അക്രമത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എംഎൽഎ പറഞ്ഞു. അക്രമികൾക്ക് BJP സംരക്ഷണം നൽകരുതെന്നും BJP തണലിലാണ് ക്രമസമാധാനം തകർക്കാനുള്ള നീക്കം നടന്നതെങ്കിൽ ഇത് അംഗീകരിക്കില്ലെന്നും എംഎൽഎ പറഞ്ഞു. 2 വീടാണ് ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ആ വീടിനകത്ത് വളരെ പിഞ്ചുകുട്ടി അടക്കം എടുക്കുന്ന ഒരു സ്ഥലത്താണ് എല്ലാ കാഴ്ചക്കാർ കുറ്റിയിലൊക്കെ അവിടെ വീണ് കിടക്കുന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഇതിനെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ ആവശ്യപ്പെട്ടു. ഇതൊരിക്കലും തുടരാൻ അനുഭവിച്ചുകൂടാ. അക്രമകാരികൾക്കെതിരായിട്ട് കർശനമായ നടപടി സ്വീകരിക്കണം. ഇവിടെ ഈ ക്രമസമാധാനം തകർക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു നീക്കവും ഈ പൊന്നാനിയിലെ മണ്ണിൽ അനുവദിക്കാൻ പറ്റുള്ളതല്ല. അതുകൊണ്ട് അതിശക്തമായ രൂപത്തിലേക്കുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒരു മാഫിയ സംഘം ഇവിടെ പ്രവർത്തിക്കുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ആ സംഘത്തിനെതിരായി അന്വേഷണം നടത്തിക്കൊണ്ട് ആ സംഘത്തിനെ കർശനമായി നിയന്ത്രിക്കുന്നതിന് നടപടി സ്വീകരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. അവർ BJPയുടെ രാഷ്ട്രീയ മറവിലാണ് നടത്തുന്നതെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി ഒരിക്കലും അതിന് സംരക്ഷണം കൊടുക്കാൻ പാടില്ല. അല്ലാത്ത രൂപത്തിലാണ് BJP ആണെങ്കിൽ ആ രാഷ്ട്രീയമായിട്ട് തന്നെ ഞങ്ങൾക്ക് നേരിടുന്നത്. എല്ലാവർക്കും വീടുകളുണ്ടെന്ന് ഓർക്കണമെന്നും CPM ഏരിയ സെക്രട്ടറി CP മുഹമ്മദ് കുഞ്ഞിയും പറഞ്ഞു. സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഒരു ഗ്രാമപ്രദേശത്തെ ബോധപൂർവം അക്രമം കാണിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിലുള്ള കടുത്ത അപലപനീയമായ കൃത്യമാണ് RSSന്റെ നേതൃത്വത്തിൽ ഇവിടെ കടനാട് നടന്നിട്ടുള്ളത്. വീടുകളിൽ കയറി സ്വാഭാവികമായിട്ട് ഇത്തിരി സംഘർഷങ്ങളുണ്ടാകും. പക്ഷേ വീടുകളിൽ കയറി ആക്രമിക്കുക എന്നുള്ളത് ഒരിക്കലും വെച്ച് പഠിപ്പിക്കാനാകാത്ത തെറ്റാണ്. എല്ലാവർക്കും വീടുകളുണ്ട് എന്ന ധാരണ ഉണ്ടാകണം. വീട്ടിൽ പ്രായം ചെന്ന മുതിർന്ന ആളുകളുണ്ട്, 70ഉം 80ഉം പ്രായമുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ 6 മാസം പോലും പൂർത്തീകരിക്കാത്ത കൈക്കുഞ്ഞുങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് തികച്ചും മനുഷ്യത്വരഹിതമായിട്ട് ക്രൂരമായിട്ടുള്ള ആക്രമണമാണ് RSS ഈ നാട്ടിൽ കാണിച്ചിട്ടുള്ളത്. അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം CPM-ന്റെ ഭാഗത്തുണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയാം. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK കലീമുദ്ദീൻ, ജില്ലാ കമ്മിറ്റി അംഗം പ്രൊഫസർ MM നാരായണൻ, ഏരിയ സെന്റർ അംഗങ്ങളായ TM സിദ്ദീഖ്, MA ഹമീദ് എന്നിവരും MLAയ്ക്കൊപ്പമുണ്ടായിരുന്നു. സ്നേഹം ഇഴപാകി ബന്ധങ്ങൾ നെയ്യുന്നു. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.